ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ തിരംഗ യാത്ര സംഘടിപ്പിച്ചു. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവാദത്തിനുമെതിരെ ലോകം ആഗ്രഹിച്ച യോഗ്യമായ മറുപടിയാണ് ഭാരതം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീവിരുദ്ധതയാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ ബിജെപി മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല. പി ശ്രീരാമന്റെ വൃഷ്ടിപ്രദേശത്ത് ചെളിയിൽ കുടുങ്ങിയ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. അതിരപ്പള്ളി കണ്ണങ്കുടിയിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. ദേശീയപാത ആമ്പലൂരിൽ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിനിടയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് അടച്ച യു ടേൺ തുറന്നു. പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടഞ്ഞാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതുവട്ടൂർ സ്വദേശി നിസാമാണ് മരിച്ചത്. പന്നിത്തടത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കരാർ ജീവനക്കാർ കേരള വിഷന്റെ ഫൈബർ കേബിളുകൾ മുറിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും CCTVയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവാദത്തിനുമെതിരെ ലോകം ആഗ്രഹിച്ച യോഗ്യമായ ഒരു മറുപടി ഭാരതത്തിന് നൽകാൻ കഴിഞ്ഞതിൽ ലോകം നമ്മെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പാക് ഭീകരതയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ സംഘടിപ്പിച്ച തിരംഗ യാത്രയുടെ സമാപനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഭാരതത്തിന് കുറച്ച് വില നൽകേണ്ടി വന്നാലും നിഷ്കളങ്കരുടെ ജീവൻ കവർന്നവർക്കുള്ള ശക്തമായ മറുപടി നൽകാൻ നമുക്ക് കഴിഞ്ഞുവെന്നും ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകിയ ട്രിബ്യൂട്ടാണ് തിരംഗയാത്രയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരംഗയാത്രയിലൂടെ ഇവിടെ തൃശ്ശൂരിൻ്റെ തെരുവീഥികളിലല്ല, തെരുവിൽ എത്തിയവരുടെ അല്ല, ഇതിനെക്കുറിച്ച് അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിലേക്കാണ് ഈ തിരംഗയാത്ര ഒഴുകി ഒഴുകി കയറിയിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ ഈ സ്വാഭിമാൻ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കൃതാർത്ഥനായി എന്ന് മാത്രം അറിയിക്കുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി നൽകിയ പരിപൂർണ പിന്തുണ നിർഭാഗ്യവശാൽ ഇന്നത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായില്ലെന്ന് ഖേദകരമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. യുദ്ധം നടക്കുന്ന സമയത്ത് പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ശ്രീമതി ഇന്ദിരാഗാന്ധി, നിങ്ങൾ ദുർഗയാണ്, നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞ ആ പ്രതിപക്ഷത്തിന്റെ സ്വരം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നടുവിലാലിൽ നിന്നാണ് തിരംഗയാത്ര ആരംഭിച്ചത്. യാത്ര സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. BJP തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. നാഗേഷ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, MS സമ്പൂർണ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി നേതാക്കന്മാരും അണികളും തിരംഗയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീ വിരുദ്ധതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന സാഹസയാത്രയ്ക്ക് പന്നിത്തടത്ത് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല. കേരളത്തിൽ സ്ത്രീകൾ ദിനംപ്രതി വിവിധ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അക്രമികൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യവും കേരളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനും സ്ത്രീകളോടുള്ള സമീപനം. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകി രാജ്യത്തിന് അഭിമാനമായി മാറിയ സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ BJP മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പൊതുയോഗത്തിന് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, KPCC നിർവാഹക സമിതി അംഗം MP വിൻസെന്റ്, മുൻ MP രമ്യ ഹരിദാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല, DCC സെക്രട്ടറി VK രഘുസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. മുൻ ചെയർമാൻ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് നീതി കൊടുക്കാത്ത ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. സോഫിയ ഖുറേഷിയാണ്
ആ സോഫിയ ഖുറേഷിക്ക് നേരെ വളരെ മോശമായ പരാമർശം നടത്തിയിട്ടും BJPയുടെ മന്ത്രി, മധ്യപ്രദേശിലുള്ള ഒരു മന്ത്രി വളരെ മോശമായ പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശമായ പ്ലാക്കോട് കച്ചിത്തോട് മേഖലയിൽ ചെളിയിൽ കുടുങ്ങി ആനക്കുട്ടി ചെരിഞ്ഞു. ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി വനം വകുപ്പും നാട്ടുകാരും നടത്തിയ ശ്രമം വിഫലമായി. വലിയ ആനകൾ കുട്ടിയാനയുടെ അടുത്തു നിന്നും മാറിയതിനു ശേഷം ആനക്കുട്ടിക്ക് വൈദ്യസഹായം നൽകുന്നതിനായി വെറ്ററിനറി ഡോക്ടർമാർ എത്തിയിരുന്നുവെങ്കിലും അപ്പോഴേക്കും ആനക്കുട്ടി ചെരിഞ്ഞിരുന്നു. ആനക്കുട്ടിക്ക് ഏകദേശം 2 മാസം പ്രായമുള്ളതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം പീച്ചി ഡാം വൃഷ്ടി പ്രദേശത്ത് എത്തിയത്. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകളും വീടും നശിപ്പിച്ചു. രാജീവ് എന്നയാളുടെ വീടിന്റെ പിൻഭാഗമാണ് ആന തകർത്തത്. ചുമരും വാതിലും അടർന്നു വീണു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ 3 ഇടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചേപ്പലക്കോട്, തൂമാനം, പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി, ജിജോ പാലത്തിങ്കൽ, സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രമ ഈച്ചരത്ത്, രത്നാകരൻ കക്കൂത്ത് തുടങ്ങിയവരുടെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി 18 ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ ഫെൻസിംഗ് മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. അതേസമയം പണി പൂർത്തീകരിച്ച് ഒരാഴ്ച മുൻപ് കണക്ഷൻ കൊടുത്ത് ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കാട്ടാനശല്യം മൂലമുള്ള ദുരിതത്തിന് യാതൊരു പരിഹാരവുമായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാത നിർമ്മാണ കമ്പനി ആമ്പല്ലൂരിലെ യു-ടേൺ തുറന്നു. വാഹനത്തിരക്ക് രൂക്ഷമായതോടെയാണ് കഴിഞ്ഞ ദിവസം അടച്ച യു-ടേൺ തുറന്നത്. അടിപ്പാതയുടെ പണിക്കായി സർവീസ് റോഡിനോട് ചേർന്ന് കാന കയറിയതോടെയാണ് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബനന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെത്തി തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വിധമായിരുന്നു നിയന്ത്രണം. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആമ്പല്ലൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അധികൃതർ അടച്ചു. അടിപ്പാതയുടെ റോഡ് പണിക്കായി കാന കോരിയത് മൂലം നിലവിലുള്ള റോഡ് അടച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുകയായിരുന്നു. ആമ്പല്ലൂരിൽ നിന്ന് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടത്. വാഹനങ്ങൾ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെത്തി ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാലക്കുടി ഭാഗത്തേക്ക് വിടുകയായിരുന്നു. സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങളെയും കടത്തിവിട്ടതോടെ മേഖലയിൽ വലിയ ഗതാഗത കുരുക്കായി. ആമ്പല്ലൂരിൽ നിന്ന് പാലിയേക്കര ടോൾ പ്ലാസയും കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. ബസ്സുകൾ മുന്നിലേക്ക് കയറി സർവീസ് റോഡിനോട് ചേർന്ന് നിർത്തണമെന്നും നിർമ്മാണ കമ്പനി അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതും ദേശീയപാതയിൽ വാഹനത്തിരക്കിന് കാരണമായി. വൈകിട്ടോടെ സ്വകാര്യ ബസ്സുകൾ പണി മുടക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചതോടെ അടച്ച യു-ടേൺ തുറക്കുകയായിരുന്നു. ആമ്പല്ലൂരിൽ സർവീസ് റോഡിന്റെ വീതി കൂട്ടി ടാറിടുന്നതിനുള്ള നടപടിയും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതുവട്ടൂർ സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ നിസാമാണ് മരിച്ചത്. മുതുവട്ടൂരിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിപ്പുമായി പോകും വഴി മരുതിയൂർകുളങ്ങര മഹാദേവൻ എന്ന ആന ഇടയുകയും നിസാമിനെ വലിച്ചിഴച്ച് കുത്തുകയും പാപ്പാനെ തൂക്കിയെടുത്ത് നിലത്തിടുകയും ചെയ്തിരുന്നു. പന്നിത്തടം സെന്ററിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കരാർ ജീവനക്കാർ കേരള വിഷൻ ഫൈബർ കേബിളുകൾ മുറിച്ചു. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും CCTVയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പന്നിത്തടം സെന്ററിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനിടയിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉൾപ്പെടെയുള്ള കേബിളുകൾ മുറിച്ചത്. പഞ്ചായത്ത്, വില്ലേജ്, അക്ഷയ സെന്റർ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായതിനാൽ ഉദ്യോഗാർത്ഥികളും മറ്റ് അപേക്ഷകരും സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ വലഞ്ഞു. CCTV ഓപ്പറേറ്റർമാരും ടെക്നീഷ്യന്മാരും മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് സിഗ്നൽ വിതരണം പുനഃസ്ഥാപിച്ചത്. മുന്നറിയിപ്പില്ലാതെ കേബിളുകൾ മുറിച്ചതിൽ ഓപ്പറേറ്റർമാർ, നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പ്രതിഷേധം അറിയിച്ചു. ഫൈബർ കേബിളുകൾ മുറിച്ചതുമൂലം CCTVക്കും കേരള വിഷനും വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രദേശത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുന്നറിയിപ്പില്ലാതെ മുറിച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. 3 പതിറ്റാണ്ടോളം ഉത്സവ പറമ്പുകളുടെ ഹരമായിരുന്ന ആനപ്രേമികളുടെ ഇഷ്ടത്തോഴൻ ഗജകേസരി തിരുവമ്പാടി ചന്ദ്രശേഖരന് ഗജയാത്രയും പുഷ്പാർച്ചനയും ആനയൂട്ടുമായി അനുസ്മരണമൊരുക്കി തിരുവമ്പാടി ദേവസ്വം. ചന്ദ്രശേഖരൻ വിടവാങ്ങിയതിന്റെ 23-ാം ചരമവാർഷിക
ദിനം തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരൻ ദിനമായാണ് ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി നായക്കനാലിൽ നിന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി നടത്തിയ അനുസ്മരണ ഗജയാത്ര മൺമറഞ്ഞ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ചിത്രം പതിച്ച കോലമേന്തി തിരുവമ്പാടി ചന്ദ്രശേഖരൻ നയിച്ചു. എറണാകുളം ശിവകുമാർ ഉൾപ്പെടെ 6 ആനകൾ ഗജയാത്രയിൽ അണിചേർന്നു. തുടർന്ന് കൗസ്തുഭം ഹാൾ അങ്കണത്തിൽ ചന്ദ്രശേഖരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ആനയൂട്ടും നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ടി.എ. സുന്ദർമേനോൻ, സെക്രട്ടറി കെ. ഗിരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്കാഘോഷം വെള്ളിയാഴ്ച. ശനിയാഴ്ച പള്ളിവേട്ട ആഘോഷിക്കും. ഈ വർഷത്തെ ഉത്സവത്തിലെ അവസാന വിളക്കാഘോഷമാണ് വെള്ളിയാഴ്ച നടക്കുക. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. കൂടാതെ പള്ളിവേട്ട ആൽത്തറയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. വൈകിട്ട് നടക്കുന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. മേളത്തിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിക്കും. ശനിയാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട ആഘോഷിക്കും. വർഷത്തിലാദ്യമായി ഭഗവാൻ ക്ഷേത്രമതിൽക്കെട്ടിനകത്തു നിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്രമതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാന് കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. ഈ മാസം 18-ന് രാപ്പാൾ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 7ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശീവേലി ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിച്ച ശേഷം കിഴക്കേ നടപ്പുരയിൽ ആരംഭിച്ച പഞ്ചാരിമേളത്തിന് ചേറൂർ രാജപ്പൻ പ്രാമാണികത്വം വഹിച്ചു. 17 ഗജവീരന്മാർ അണിനിരുന്ന ശീവേലിക്ക് കൊമ്പൻ പീച്ചിയിൽ രാജീവ് തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനനും പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സ് അങ്കണത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ M.K. വർഗീസ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P.K. ഷാജൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, കൌൺസിലർ പൂർണിമ സുരേഷ്, ക്ലീൻ സിറ്റി മാനേജർ A.J. ഷാജു, H.I. ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഏറ്റവും രൂക്ഷമായി വെള്ളക്കെട്ടുണ്ടായ അശ്വിനി ജംഗ്ഷനിലാണ് ഇത്തവണ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ തൃശൂരിലെ മുഖാമുഖം പരിപാടിയെ ആക്ഷേപിച്ച DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. മുഖ്യമന്ത്രി സംവദിച്ചത് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ടവരോടാണ്. ഇതിൽ കർഷക തൊഴിലാളിയും ആദിവാസിയും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും വ്യവസായികളും എല്ലാം ഉണ്ട്. ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയുമാണ് സർക്കാരിന്റെ തലവനെന്ന നിലയിൽ അദ്ദേഹം ചെയ്തത്. ഏതൊരു ജനകീയ സർക്കാരും നിർവഹിക്കേണ്ട ദൌത്യമാണത്. കോൺഗ്രസ് നേതാവ് അതിൽ അരിശം കൊള്ളുന്നത് ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ്. ആശമാരുടെ വേതന വർധനവിൽ 5 വർഷം ഭരിച്ച UDF സർക്കാരിന്റെ പങ്കെന്തായിരുന്നു എന്ന് പരിശോധിക്കാൻ കോൺഗ്രസ് നേതാവിനെ വെല്ലുവിളിക്കുന്നതായും KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. അന്തരിച്ച പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ലിയോ പുത്തൂരിന്റെ ഭൗതിക ശരീരം പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഭൗതിക ശരീരത്തിൽ ഇടവക വിശ്വാസികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര ഓപ്പീസ് കർമ്മത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ, ഫാദർ സാജൻ മാറോക്കി, ഫാദർ ഡിക്സൺ കൊളംപ്രത്ത്, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ സഹകാർമ്മികരായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM. നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MM. സലീം, ഡോക്ടർ VC. ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, AK. ജോസ്, MC. ഐജു, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, റീന വർഗീസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഭൗതിക ശരീരം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ അച്ഛന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. വെള്ളിയാഴ്ച രാവിലെ 7:30 തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ദിവ്യബലിക്ക് ശേഷം ഭൗതിക ശരീരം പെരിഞ്ചേരിയിലെ സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഉച്ചകഴിഞ്ഞ് 2:30 പെരിഞ്ചേരി പള്ളിയിൽ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം നടക്കും.
കുട്ടികളുടെ മൊബൈൽ ഫോൺ ഭ്രമം കുറച്ച് പഠന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരികെ കൊണ്ടുവരാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അരിമ്പൂർ സ്വദേശി തയ്യാറാക്കിയ ഡിജിറ്റൽ പാഠ്യപദ്ധതിക്ക് അമേരിക്കൻ കമ്പനിയുടെയും ആമസോണിന്റെയും അംഗീകാരം. ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെയുള്ള രീതി കുട്ടികൾക്ക് സമ്മാനിക്കുന്നത് വേറിട്ട പഠനാനുഭവം. അരിമ്പൂർ നാലാങ്കല്ല് ജവാൻ റോഡിൽ കിഴക്കുംപുറത്ത് ഷാജു ബിജുല ദമ്പതികളുടെ മകനായ നിതിനാണ് AI, AR, VR സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡിജിറ്റൽ പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. കോവിഡിന് ശേഷം 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ പലർക്കും പഠനകാര്യങ്ങളിൽ വിമുഖതയുള്ളതായി നിതിൻ മനസ്സിലാക്കിയിരുന്നു. ഓൺലൈൻ ക്ലാസുകൾക്കും മറ്റുമായി കുട്ടികൾ കൂടുതൽ സമയവും ഉപയോഗിച്ചത് മൊബൈൽ ഫോണായിരുന്നു. മൊബൈൽ ഫോണുകളോടുള്ള കുട്ടികളുടെ അമിത ആകർഷണം പഠന വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകാനായി നിതിൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഗണിതവും ശാസ്ത്ര വിഷയങ്ങളും സംബന്ധിച്ച അറിവുകൾ ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് അവരുടെ മൊബൈലിൽ കണ്ടു മനസ്സിലാക്കുന്നതാണ് പഠനരീതി. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ പ്രതലത്തിൽ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ അതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള കാഴ്ചകൾ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതികവിദ്യയിലൂടെ മൊബൈലിൽ കണ്ടു മനസ്സിലാക്കാം. ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കാമെന്നാണ്. AR, VR, AI സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ പഠന രീതി മനസ്സിലാക്കിയതിന് ശേഷം ഏത് ടെക്നോളജി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ അത് ഇമേജുകളായിട്ടും അല്ലാതെ ചലിക്കുന്ന ദൃശ്യവിസ്മയങ്ങളായിട്ടും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിൽ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് വിജയമായതോടെ അരിമ്പൂർ പഞ്ചായത്തിലെ ഏതാനും കുട്ടികൾക്ക് നേരിട്ടും ഇന്ത്യക്ക് അകത്തും പുറത്തുമായി 100ഓളം കുട്ടികൾക്ക് ഓൺലൈനിലും ഈ രീതിയിൽ ക്ലാസുകൾ നൽകി. കുട്ടികൾക്കായുള്ള നിതിന്റെ ഈ സംരംഭത്തിന് അമേരിക്കൻ കമ്പനിയായ NVIDIA-യുടെയും ആമസോണിന്റെയും അംഗീകാരവും ലഭിച്ചു. അതോടെ ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടി നിതിന് തന്റെ ക്ലാസുകൾക്കായി ഉപയോഗിക്കാമെന്നായി. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപയുടെ ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾ ഇതുവഴി ലഭിക്കും. 8 മാസം മുൻപ് ആരംഭിച്ച ഈ ഡിജിറ്റൽ പാഠ്യപദ്ധതിക്കായി പരിശീലനം നേടിയ 200ഓളം ഡിഗ്രി, PG, BEd വിദ്യാർത്ഥികൾ നിതിന്റെ കൂടെ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോലിയായി ചെയ്യുന്നതിലൂടെ ഇവർക്ക് പഠനാവശ്യത്തിനുള്ള വരുമാനവും ഇതിലൂടെ ലഭ്യമാകും. TCB ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന് അനുമതി ലഭിക്കാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. അജണ്ടകൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് അപകടകാരികളായ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടത്. കേന്ദ്ര നിയമം കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നടപ്പിലാക്കണമെന്ന് ഗുരുവായൂർ നഗരസഭ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. വനിതകൾക്കായി നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേ ഹോമിന്റെ ഉദ്ഘാടനം മെയ് 31-ാം തീയതി നടത്താൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി UCTF ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. STU ജില്ലാ സെക്രട്ടറി CI നൌഷാദ് അധ്യക്ഷത വഹിച്ചു. റസാഖ് പുലിക്കോടൻ, CV ശശിധരൻ, PJ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രേഡ് യൂണിയൻ ഫ്രണ്ട് എന്ന നിലയിൽ സംഘടന രൂപീകൃതമായിരുന്നു. ഇതിൽ ഘടകകക്ഷികളുടെ 7 യൂണിയനുകൾ ഇതിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ അരങ്ങ് സർഗോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. തൃശൂർ JTS സ്കൂളിലും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിലുമായാണ് മത്സരങ്ങൾ നടന്നത്. ആദ്യദിന മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 103 പോയിന്റുമായി മുല്ലശ്ശേരി തളിക്കുളം അന്തിക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 67 പോയിന്റുമായി ഒല്ലൂക്കര ചേർപ്പ് പുഴയ്ക്കൽ ബ്ലോക്ക് ക്ലസ്റ്റർ 2-ാം സ്ഥാനത്തും 66 പോയിന്റുമായി ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ക്ലസ്റ്റർ 3-ാം സ്ഥാനത്തും തുടരുകയാണ്. 19-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി K. രാജൻ നിർവഹിക്കും.
കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രവർത്തക സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. രമേശ് ചെന്നിത്തല MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KDFD സംസ്ഥാന പ്രസിഡന്റ് A. രതീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് M. കണ്ണപ്പൻ, വൈസ് പ്രസിഡന്റുമാരായ രാജീവൻ നെടുമങ്ങാട്, PM തങ്കപ്പൻ, മണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PG പ്രകാശ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് K. പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. വന്നില്ലെങ്കിൽ പോലും ആശാ വർക്കർ പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ഈ സമയം ഓർത്തുള്ളതാണ്. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ തദ്ദേശ ജീവന സംരക്ഷണ യാത്രയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KLEO ജില്ലാ പ്രസിഡന്റ് KP രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. AICC അംഗം അനിൽ അക്കര, CC ശ്രീകുമാർ, ജാഥ ക്യാപ്റ്റൻ KLEO സംസ്ഥാന പ്രസിഡന്റ് നൈറ്റു ബേബി, ജനറൽ സെക്രട്ടറി ജോൺ K. സ്റ്റീഫൻ, ജാഥ രക്ഷാധികാരി VM അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 23-ാം തീയതി തിരുവനന്തപുരത്ത് തദ്ദേശ ജീവന സംരക്ഷണ യാത്ര സമാപിക്കും. മറ്റത്തൂർ ഇറിഗേഷൻ ബ്രാഞ്ച് കനാലിൽ വെള്ളം തുറന്നുവിട്ടാൽ മറ്റെല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ മോനോഡിയിലെ ഒരു കുടുംബം മാത്രം വിഷമത്തിലാകും. മോനോഡിയിൽ താമസിക്കുന്ന ബിനോയുടെ കുടുംബത്തിനാണ് കനാൽ വെള്ളം ദുരിതം സമ്മാനിക്കുന്നത്. വെള്ളം കവിയാതിരിക്കാൻ കനാൽ ബണ്ടിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതിനിടയിലൂടെ ചോർന്നൊഴുകിയെത്തുന്ന വെള്ളം വീടിന് ചുറ്റും തളം കെട്ടുന്നതാണ് ഈ കുടുംബത്തിന് തലവേദനയാകുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കനാലില് ഫുള്ള് വെള്ളം വിട്ട് കഴിഞ്ഞാല് വീടിന്റെ മുറ്റം നിറയെ വെള്ളമാണ്. ഇവിടെ പിള്ളേരും പിന്നെ പ്രായ അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. മുഴുവൻ വെള്ളം അങ്ങ് അടുക്കള ഭാഗത്ത് വരേക്കിനും ഞങ്ങൾക്ക് വെള്ളം കയറും. അപ്പൊ ഇതിന് എന്താന്ന് വെച്ചാൽ വേണ്ട നടപടി എടുക്കണം. ഇതില്ലെങ്കിൽ ഞങ്ങളുടെ ആകെ കഷ്ടത്തിലാവും മൊത്തം എല്ലാ കാര്യമായി. വെള്ളം കാരണം ഇവിടെ മുഴുവൻ തിണ്ടൊക്കെ മുഴുവൻ പൊട്ടി അവിടെയൊക്കെ വലിയ ഹോളായിട്ട് ഇതാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആകെ മൊത്തം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു 3-4 ദിവസം വെള്ളം ഇങ്ങനെ നിർത്തും. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളുടെ നടക്കല്ല് വരെയും വെള്ളമാണ്. ഞങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ വല്ല വണ്ടി കൊണ്ടുപോകാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബണ്ട് കവിഞ്ഞൊഴുകുന്നത് പരിസരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 അടിയോളം കനാൽ ബണ്ട് ഉയർത്തിക്കെട്ടിയത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ഏറെ വൈകാതെ കോൺക്രീറ്റ് ഭിത്തിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതിനിടയിലൂടെ ചോർന്നൊഴുകിയെത്തുന്ന വെള്ളം വീട്ടുപറമ്പിൽ കെട്ടിക്കിടക്കും. വീടിന്റെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണെന്ന് വീട്ടുകാർ പറയുന്നു. കനാലിൽ വെള്ളം നിറയുമ്പോഴെല്ലാം വീട്ടുമുറ്റത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കൊതുക് ശല്യവും രൂക്ഷമാണ്. വീട്ടിലെ പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ ഇത് പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി ഈ ദുരിതത്തിൽ നിന്ന് മോചനം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. TCV കൊടകര. മുൻ ജഡ്ജി ഡോക്ടർ PN വിജയകുമാർ രചിച്ച 7ാമത് കവിതാ സമാഹാരമായ സൗഹൃദം പുസ്തകത്തിന്റെ പ്രകാശനം മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തകത്തിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങി. മുൻ MP സാവിത്രി ലക്ഷ്മണൻ, പ്രൊഫസർ നെടുങ്കുന്നം രഘുദേവ്, ബേബി മുക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വിധിപ്രകാരം നിക്ഷേപ സംഖ്യയും നഷ്ടവും നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. തൃശൂർ അയ്യന്തോൾ സ്വദേശിനി കുണ്ടോളി വീട്ടിൽ നിധീന ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ പോത്തോളിലുള്ള സബ്സ്ക്രൈബേഴ്സ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വാറണ്ട് അയക്കാൻ ഉത്തരവായത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ യുവതി ചാർജ് ചെയ്യാനിട്ടിരുന്ന ഐഫോൺ മോഷ്ടിച്ച കേസിൽ 3 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം കൈതിക്കൽ കല്ലിങ്കൽ വീട്ടിൽ ബബീഷ്, ഇരിങ്ങാലക്കുട വെള്ളാനി മണികണ്ഠൻ, ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി കുറ്റിക്കാട്ട് ഹുസൈൻ എന്നിവരെയാണ് SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 12-നാണ് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് മൊബൈൽ ഫോൺ മോഷണം പോയത്. 60,000 രൂപയോളം വില വരുന്ന ഐഫോൺ ഇരുവരും ചേർന്ന് ചാവക്കാട് ഏണമാവ് റോഡിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഹുസൈന് 2,000 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു. മോഷണം മുതലാണെന്ന് മനസ്സിലാക്കിയ ഹുസൈൻ ഫോൺ വാങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്.
നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും സൗകര്യങ്ങൾ സമന്വയിച്ച ഗ്രാഗര റിപ്പബ്ലിക്കുകളാകാൻ ആവശ്യമായ ആത്മാർത്ഥ ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഡോക്ടർ എം പി പരമേശ്വരൻ പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലടി യൂണിറ്റ് സ്ഥാപിച്ച ഗ്രാമപത്ര ബോർഡിന്റെ അനാവരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി ടി എൻ ദേവദാസ്, ടി സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8610 രൂപ, പവന് 68,880 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ തിരംഗ യാത്ര സംഘടിപ്പിച്ചു. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവാദത്തിനുമെതിരെ ലോകം ആഗ്രഹിച്ച യോഗ്യമായ മറുപടിയാണ് ഭാരതം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഖമുദ്ര സ്ത്രീ വിരുദ്ധതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സൈനിക മേധാവി കേണൽ സോഫിയ ഖുറേഷിയെ ബി.ജെ.പി. മന്ത്രി അപമാനിച്ച സംഭവം കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണെന്നും രമേശ് ചെന്നിത്തല. പീച്ചിരാമന്റെ വൃഷ്ടിപ്രദേശത്ത് ചെളിയിൽ കുടുങ്ങിയ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ കാട്ടാനക്കൂട്ടം വീട് തകർന്നു. ദേശീയപാത ആമലൂരിൽ ഗതാഗത കുരുക്കിൽ വലഞ്ഞ യാത്രക്കാർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കിനിടയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് അടച്ച യു ടേൺ തുറന്നു. പുന്നാശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിനിടെ ഇടഞ്ഞാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മുതോട്ടൂർ സ്വദേശി നിസാമാണ് മരിച്ചത്. പന്നിത്തടത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ കരാർ ജീവനക്കാർ കേരള വിഷന്റെ ഫൈബർ കേബിളുകൾ മുറിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. മേഖലയിലെ ഇന്റർനെറ്റിന്റെയും CCTVയുടെയും സിഗ്നൽ വിതരണം തടസ്സപ്പെട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.